ഒരു മാസം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എല്ലാം ചെലന്തിയുടെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ തൂത്ത് ഇപ്പോൾ ഇതാ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും കൂടി ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ മൊത്തം ചെലന്തി, ഭയങ്കര ചെലന്തിയായിരുന്നു. ഇനി ജനലൊക്കെ ഞാൻ കുറച്ച് തുടച്ച്, തുണി നനച്ച് ഇതുമെല്ലാം ഞാൻ തുടച്ച്. ഇനി അകത്തൊക്കെ കതകും എല്ലാം ഞാൻ തുണി നനച്ച് തുടച്ചു. ഇനി അകത്തൊക്കെ ഞാൻ തുടക്കാൻ കസേരയെല്ലാം തുടക്കുകയാണ്. മതല് പോലും നല്ല പൊടിയായിരുന്നു. ഇവിടെ എല്ലാം മതലൊക്കെ നല്ല ഇതായിട്ട് കിടക്കണം. ഇവിടെ ഇന്ന് മുറ്റത്തെ ചെടികളൊക്കെ കാണും. ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയ ആൾക്കാർ ചെടിയൊന്നും നനക്കാത്തതുകൊണ്ട് ചെടികളെല്ലാം ഉണങ്ങിപ്പോയി. വലിയ കയറി വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഇത് കണ്ട വീടിൻ്റെ അലമാരികളാണ്, മതിലോട് ചേർന്നുള്ള അലമാരികൾ. ഇതിലുമൊക്കെ നല്ല പൊടി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അതിലും ഈ കതക്, പിന്നെ ഈ ജനൽ എല്ലാം നല്ല അഴുക്ക് പിടിച്ച് കിടക്കും. ജനലും എല്ലാം തുടക്കാനുണ്ട്. ഡോറ്. ഇത് കിച്ചനാണ്. കിച്ചൻ്റെ കോലം കണ്ട ആകെ ഈ ഭാഗമെല്ലാം പൂപ്പലടിച്ചതുപോലെ കിടക്കുന്നു. ഇതെല്ലാം അങ്ങ് തുടച്ച് മിനുക്കി എടുക്കണം. വന്ന് ഇന്നലെ രാത്രി കിടന്നുറങ്ങി. ഫ്രിഡ്ജൊക്കെ എല്ലാം ഒരുമാതിരി ഇരിക്കുന്നു. ഇനി ഇതെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം. ജനലേയും കതകും എല്ലാം ചെലന്തിയും എല്ലാം അടിച്ചു കഴിഞ്ഞ് ഇനി വീട് തുടക്കാൻ പോവുകയാണ്. ഈ ലിക്വിഡ് ഇട്ടാണ് വീട് തുടക്കാൻ പോകുന്നത്. വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. അതിൽ കുറച്ച് തുള്ളി ഈ ലിക്വിഡ് ഫ്ലോർ ക്ലീനർ ഇട്ട് തുടക്കുമ്പോൾ നല്ല മുല്ലപ്പൂട മണവും. ഇനി അതിട്ട് വീട് തുടക്കാം. ആദ്യം ഹോളിൽ നിന്ന് തുടങ്ങാൻ പോകും. ആദ്യം ബെഡ്റൂമിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ബെഡ്റൂമിൽ തുടങ്ങിയതിന് ശേഷം ഹോളിൽ. ഇതിനുമെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി. എത്ര തുടച്ചിട്ടും ഈ കൗണ്ടർ ടോപ്പ് ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത്. എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഇപ്പം ഞാൻ തുടച്ചെല്ലാം വൃത്തിയാക്കിയതാണ്. ഇവിടെയുള്ള അഴുക്കും എല്ലാം പോയി. തുണികളെല്ലാം ഞാൻ അതാത് സ്ഥലത്ത് കഴുകിയിട്ടിരിക്കുകയാണ്. തറയും എല്ലാം കറകറാന്നിരുന്നെല്ലാം വൃത്തിയായി. വീട് മൊത്തം തുടച്ച് ക്ലീൻ ചെയ്ത് ഒതുക്കി. വന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് തറയൊക്കെ. ഇപ്പം കട്ടയായിട്ട് അഴുക്ക് കിടന്നിരുന്നതെല്ലാം തിളങ്ങി. ഷീറ്റെല്ലാം സെറ്റിയുടെ കുടഞ്ഞിട്ട് ഇനി നാളെ മേളിൽ തുടക്കും. ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് ബേസിനൊക്കെ കഴുകി ബെഡ്റൂമും എല്ലാം നല്ല ക്ലീനാക്കി. പുറത്തും എല്ലാം തുടച്ച് എല്ലാം ക്ലീനായി. ഡോറും എല്ലാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹോം ടൂർ. വീട് വൃത്തിയാക്കൽ. കുറച്ച് ദിവസം പൂട്ടിയിട്ടുകൊണ്ട് ഭയങ്കര അഴുക്കായിരുന്നു. ഫാനും എല്ലാം തുടച്ച്. മണി 12 മണി. 9 മണിക്ക് ഞാൻ തുടങ്ങിയ ജോലിയാണ്. ഈ റൂമും എല്ലാം തുടച്ച്. ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഇത് കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ. റെസിപ്പിയാണ്, കുക്കിംഗ് വീഡിയോ ആണല്ലോ. അതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബായ്.